പുറത്ത് നല്ല രീതിയിൽ PR കൊടുത്തിട്ട് വന്നൊരു വ്യക്തിയാണ് അനുമോൾ. അത് നമുക്ക് കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും PR വർക്ക് എത്രമാത്രം ഉണ്ടെന്ന്. കാര്യം കോപ്പി പേസ്റ്റ് കമൻസുകൾ പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, വീടിനകത്തും ഇപ്പോൾ അനുമോൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഗെയിം നടക്കുന്നുണ്ട്. അനുമോളെ ടോപ്പ് 5 കൊണ്ടുവരാൻ വേണ്ടി വീട്ടിനകത്തുള്ളവർ തന്നെ മത്സരിക്കുന്നു. അതായത് രാവിലെ കിച്ചണിൽ നടന്ന സംഭവം. കിച്ചൺ സ്ലാബിൻ്റെ പുറത്ത് കയറിയിരുന്ന അനുമോളോട് ശൈത്യ പറയുന്നു അതിനിറങ്ങിക്കുക. ശൈത്യക്ക് വേണമെങ്കിൽ അടുത്ത് നിന്ന് പറയാമായിരുന്നു, നീ കയറി നിൽക്കുക, ശരിയല്ല, ഇറങ്ങി നിൽക്കുന്നത്. കാര്യം അവർ ഫ്രണ്ടാണല്ലോ. പക്ഷേ ഇപ്പോൾ ശൈത്യ കളിക്കുന്നത് ഞാനും അനുമോളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല എന്ന രീതിയിലുള്ള ഗെയിമാണ് നമ്മുടെ ശൈത്യ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരെ മാറി ഇരുന്നുകൊണ്ടാണ് ശൈത്യ പറയുന്നത്, നീ അവിടെ ഇറങ്ങിയിരിക്കുക, നീ അവിടെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നുമുണ്ട്, പിന്നെ നീ അവിടെ കയറി നിൽക്കുന്ന എന്തിനാണെന്ന രീതി ചോദിക്കുന്നുണ്ട്. അത് ന്യായമായ ക്വസ്റ്റ്യനാണ്. പക്ഷേ അത് അവിടെ അനുമോൾക്കെതിരെ ഒരു ഗെയിം ഇളക്കി വിട്ട് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ഗെയിമിലേക്ക് മറ്റുള്ളവർ വന്നു വീണു. അതിലെനിക്ക് തോന്നുന്നു നമ്മുടെ ഷാനവാസ്, അനീഷ്, ജിസേൽ എടുത്തു പറയണം, ഈ 3 പേര് വന്നതേ ഇല്ല. കാര്യം അവർക്ക് മനസ്സിലായി എല്ലാവരും കൂടെ ഒരാളെ കോർണർ ചെയ്താൽ ഈ ആൾ ഒറ്റപ്പെടുന്ന ആൾ പോസിറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ ബാക്കി ഈ 3 പേര് മാറി നിന്നു. അഫിയൊക്കെ ആണെങ്കിൽ കയറുമായിരുന്നു. അതായത് ഒരു സ്ക്രീൻ സ്പേസ് വേണമല്ലോ, ഈ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഇപ്പം ബിഗ് ബോസ് വിളിച്ച് ചോദിക്കുകയും ചെയ്തു, ഇവിടെ ആളും എനക്കൊന്നും ഇല്ലല്ലോ എന്ന്. അതിനും വേണ്ടി ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇത് പുറത്ത് പോസിറ്റീവ് ആകുന്നത് അനുമോളാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഗെയിം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് വീടിനകത്തും വീടിൻ്റെ പുറത്തും നല്ല രീതിയിൽ അനുമോൾക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്ന കുറേ ആളുകളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്.